നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. നമസ്തേ പ്രശാന്ത്. ശരിക്കും ഇനി ഒരാഴ്ച 6 ദിവസം അടുത്ത തിങ്കളാഴ്ച ആകുമ്പോൾ വീണ വിജയൻ ഇടിക്ക് മുന്നിൽ സറണ്ടർ ചെയ്യേണ്ടി വരും. ഒരാഴ്ച. അതെ. കഴിഞ്ഞ 17-ാം തീയതി വീണ വിജയനെ അവർ ഇടി വിളിപ്പിച്ചപ്പോൾ കൊച്ചിയിലേക്ക് ചെന്നതാണ്. പക്ഷേ അന്ന് വീണ വിജയൻ അറസ്റ്റ് ചെയ്യുമെന്ന് എല്ലാവരും കരുതിയായിരുന്നു. പക്ഷേ വീണയെ വെറുതെ വിട്ടു, പറഞ്ഞു വിട്ടു. വെറുതെ വിട്ടതല്ല, ചോദ്യം ചെയ്തതിന് ശേഷം മടക്കി അയച്ചു. പക്ഷെ അതൊരു തന്ത്രമായിരുന്നു ഇഡിയുടെ. അത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇഡി അതിനിടയ്ക്ക് കൃത്യമായിട്ട് അവർക്ക് വീണയുടെ ബാങ്ക് ലോക്കറുകൾ, അക്കൗണ്ടുകൾ എല്ലാം പരിശോധിച്ചെങ്കിലും അന്ന് വീണയുടെ മൊബൈൽ ഫോൺ അവർ വാങ്ങിച്ചു വെച്ചു. തൊട്ടടുത്ത ദിവസം വീണയും കൊണ്ടുവന്ന് HDFCയിലെ ലോക്കറൊക്കെ തുറന്നു. അന്ന് വീണയുടെ മൊബൈൽ ഫോൺ, കയ്യിലുള്ള അടുത്ത മൊബൈൽ ഫോൺ ഇഡി ഉദ്യോഗസ്ഥർ അവിടെ വാങ്ങി വെച്ചത്. കാരണം അതിലാണ് ട്രാൻസാക്ഷൻ എല്ലാം ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് വീണയിൽ നിൽക്കില്ല. തീർച്ചയായും ഇനിയിപ്പോൾ വീണ അറസ്റ്റ് ചെയ്താൽ അതോടെ വീണ എന്ന ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. വീണ വിജയനെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു, പിന്നെ ആരും അതിനെക്കുറിച്ച് പറയാൻ പോകുന്നില്ല. പക്ഷേ ഇതിനപ്പുറം അടുത്ത മൂവ്മെന്റ് ഇടിക്കണം. കാരണം വീണ വിജയനിൽ ഇവരെ കേസ് അവസാനിപ്പിക്കില്ല. അടുത്ത മൂവ്മെന്റ് എന്തായാലും പിണറായി വിജയൻ തന്നെയാകും. കാരണം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് ഏറ്റെടുക്കണം. ഈ വീണയുടെ ഈ എം സുനീഷോ അല്ലെങ്കിൽ ഈ സുനീഷ് എം എന്ന് പറയുന്നത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണയുടെ കൂടെ ജോയിന്റ് അക്കൗണ്ട് ചേർന്നിരിക്കുന്ന ആളാണ്. അത് വീണ ആദ്യത്തെ വിവാഹം ഡൈവോഴ്സ് ആയതിനു ശേഷമാണ്. ആ ഹസ്ബൻഡിൻ്റെ പേരും സുനീഷ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും എനിക്ക് അത്ര വ്യക്തതയില്ല, അതുകൊണ്ട് തെറ്റ് സംഭവിച്ചാൽ ക്ഷമിക്കണം. പക്ഷേ ഈ ഡൈവോഴ്സ് ആയതിനു ശേഷം വീണയോടൊപ്പം ഈ ജോയിന്റ് അക്കൗണ്ട് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ തുടങ്ങിയ സുനീഷ് എം ആരാണ്? ആ വ്യക്തിയെക്കുറിച്ച് വളരെ ദുരൂഹതയുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഫോണിലെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഫോണിലാണ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് പ്രത്യേക ആപ്പുകളൊക്കെ ഉപയോഗിച്ച് ഫോണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന വിധത്തിലാക്കി വെച്ചിട്ടുണ്ട്. ആ ഫോൺ തന്നെയാണോ ഇഡിയുടെ മുന്നിൽ വീണ ഹാജരാക്കിയത്? നമുക്ക് വ്യക്തമായ ഒരു ഉത്തരമില്ല. ഇഡി അതിനെക്കുറിച്ചൊന്നും പറയുന്നുമില്ല. തീർച്ചയായും ഫോൺ വാങ്ങി വെച്ചു, ശരിയാണ്. ആ ഫോൺ വിശദമായ പരിശോധനയ്ക്ക്, ഫോറൻസിക് പരിശോധനയ്ക്ക് അവർ അയക്കുകയും ചെയ്യും. അതിനുള്ള സംവിധാനം ഇഡിയുടെ കയ്യിലുണ്ട്. അതിവിടെ കേരളത്തിലൊന്നും ചെയ്യണ്ട. അവർക്കത് ചെയ്യാൻ അങ്ങ് ഡൽഹിയിലും അഹമ്മദാബാദിലും ബോംബെയിലും ഒക്കെ അവർക്ക് സംവിധാനമുണ്ട്. അപ്പോൾ അതൊക്കെ ആ വഴിക്ക് നടന്നോളും. അവർ നേരത്തെ തന്നെ പല വിവരങ്ങളും ശേഖരിച്ചതിന് ശേഷമാണ് വീണയെ ചോദ്യം ചെയ്യുന്നത്. ഇനി അവർക്ക് വേണ്ടത് ഇവിടെ എന്താണ് നടന്നിരിക്കുന്നതെന്നും ആരാണ് കുറ്റവാളി എന്നും ഒക്കെ ഈ അന്വേഷണ ഏജൻസികൾക്ക് അറിയാം. അവർ പിന്നീട് ഈ ചോദ്യം ചെയ്യുന്നതും മറ്റ് നടപടികളിലേക്കും പോകുന്നതെല്ലാം ഈ തെളിവുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ആളിനെതിരെ കൃത്യമായി തെളിവുകൾ കളക്ട് ചെയ്ത് ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സത്യത്തിൽ അന്വേഷണ ഏജൻസികൾ പിന്നീട് പോകുന്നത്. അവർക്ക് മനസ്സിലായി ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും ആരാണ് കുറ്റവാളിയെന്നും ഒക്കെ അവർക്കറിയാം. ഇനി അവരാ തെളിവുകൾ ശേഖരിക്കാനായിരിക്കും അടുത്ത വീണ ഇവരോട് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ എക്സലോജിക്കുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ബാംഗ്ലൂരിലെ ഓഫീസിലിരിപ്പുണ്ട്, അവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. പക്ഷെ അതിപ്പോഴില്ല, കൂട്ടി വൈൻഡപ്പ് ചെയ്തു. അപ്പം കഴിവുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇഡിക്ക് വ്യക്തമായൊരു നിലപാടുണ്ട്. അവരത് കൃത്യമായിട്ട് ഇഡിയുടെ ഡയറക്ടർ അടക്കം അവരതിൻ്റെ പിന്നാലെ വീണ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ തൻ്റെ ഒരു ബന്ധു വലിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിനാണ് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാവുന്നത് എന്നാണ് വീണയുടെ മൊഴി. അതെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്ക് ഓർമ്മയുണ്ടോ? ഒന്നുകിൽ ഇഡി പിണറായി വിജയനിലേക്ക് എത്തും, വീണ വിജയന്റെ അറസ്റ്റിൽ അവസാനിക്കില്ല, അല്ലെങ്കിൽ വീണ വിജയന് മറ്റൊരാളുടെ പേര് പറയേണ്ടി വരും, ഫോഴ്സ്ഫുള്ളി പറയേണ്ടി വരും. അപ്പോൾ ഇനി ആ പേര് പറഞ്ഞാൽ തന്നെയും അതിനപ്പുറത്തേക്ക് ഇത് ആർക്ക് വേണ്ടി? അപ്പോൾ പിന്നെ കുറെ കൂടെ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. സ്വാധീനിക്കാൻ കഴിയുന്ന, സ്വാധീന ശക്തിയുള്ള ഒരു ബന്ധുവിൻ്റെ ഇടപെടൽ. ഇത് കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്, ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്, SFIOയും EDയും ഒക്കെ ഈ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളാണ്. നിർമ്മല സീതാരാമന്റെയും അമിത്ഷായുടെയും കീഴിൽ ഒരേപോലെ വരുന്നതാണ്. പക്ഷേ SFIO ഇതുവരെ മിണ്ടിയിട്ടില്ല. അവരുടെ റിപ്പോർട്ട് ഇതുവരെ തിരിച്ച് ഇഡിക്ക് കൈമാറിയിട്ടില്ല. വീണ വിജയൻ ഇനി അങ്ങോട്ട് വീണ വിജയൻ അവസാനിക്കില്ലെന്ന് കേരളത്തിന് മൊത്തം അറിയാം. വീണ വിജയൻ, നമ്മുടെ UDF സർക്കാർ ഇതിൽ ഇടപെടാൻ പോകുന്നില്ല ഈ വിഷയത്തിൽ. UDF സർക്കാരിന് ഇതിനകത്ത് ഇടപെടാൻ കഴിയില്ല, അവരും മിണ്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ്. വീണ വിജയൻ ഞാൻ ഈ പറഞ്ഞതുപോലെ വേറൊരാളുടെ പേര് പറയുന്നു, ഒരു ബന്ധു, ഈ പറഞ്ഞ സോക്കാളുടെ ബന്ധു,
പെട്ടെന്ന് ബന്ധുക്കളൊക്കെ പെട്ടെന്ന് വരുമല്ലോ. അല്ല അത് ഈ ആ ബന്ധുവിനെ കുറിച്ച് ചില സൂചനകളൊക്കെ നമുക്ക് ഈ പറയാം. ബന്ധുവിന്റെ പേര് പറയുന്നു. പേര് പറയുമ്പോഴത്തേക്കും ഇഡിയുടെ അന്വേഷണം ആ ബന്ധുവിലേക്ക് പോകുന്നു. ഈ ബന്ധു ബലിയാടാകുന്നു. സ്ഥിരം പാർട്ടിയിൽ നടക്കുന്ന സ്ഥിരം പരിപാടിയല്ലേ. സത്യത്തിൽ അത് ബലിയാടല്ല കേട്ടോ, അതും ഇതുമായി ബന്ധമുള്ള ആള് തന്നെയാണ്. പക്ഷെ അവിടെ ലഭിക്കുന്ന സൂചനകളും വിവരങ്ങളും അനുസരിച്ച് താങ്കൾ പറഞ്ഞതുപോലെ വീണയ്ക്ക് ഒരു ബന്ധുവിൻ്റെ സഹായം ഇതിന് ലഭിച്ചു എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ പറയുമ്പോൾ ഈ ബന്ധു എത്ര കാലമായിട്ട് ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരുപാട് വിവരങ്ങൾ വരും. ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയല്ല, വീണ ജനിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയ ഈ കുടുംബവുമായിട്ടുള്ള ബന്ധുത്വമാണ്. അപ്പോൾ ആ ബന്ധുവിന് കമ്മിറ്റ്മെൻ്റ് ആരോടാണ്? വീണയോടാണോ വീണയുടെ അച്ഛനോടാണോ? അങ്ങനെ ഒരു ചോദ്യം. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അതിനകത്തുള്ളൊരു ഉണ്ടല്ലോ, നമുക്ക് ഈ നീക്കുപോക്ക് നമുക്കറിയില്ലല്ലോ. പക്ഷെ അത് വീണ ഈ പിണറായി വിജയനിലേക്ക് എത്താതിരിക്കാനുള്ളൊരു അല്ല, അതെങ്ങനെ എത്താതിരിക്കും? ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ഈ വീണയെ മറയാക്കിക്കൊണ്ട് ഈ ബന്ധുവിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു ഷെൽ കമ്പനിയാണ്, ഒരു പേപ്പർ കമ്പനിയാണ് എക്സാലോജിക് എങ്കിലോ? അത് വീണ പറയണം. വീണ പറഞ്ഞിട്ടില്ലല്ലോ. അതാണ്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കട്ടെ, കൊടുക്കാത്ത സേവനത്തിന് എങ്ങനെയാണ് ഈ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കൊടുത്ത് പണം വാങ്ങുന്നത്? വീണ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് അറിയില്ല. അല്ല, ഈ വീണയ്ക്ക് അറിയില്ല, അതൊക്കെ വീണയ്ക്ക് അറിയില്ല എന്ന് പറയുന്നതിനോട് അത് ഒരു മൊഴിയായിട്ട് മാത്രമേ നമുക്ക് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞ മറുപടിയായിട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ എൻ്റെ അറിവിൽ വീണ അങ്ങനെ ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയൊന്നുമല്ല, നിഷ്കളങ്കയൊന്നുമല്ല. വീണയ്ക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും ഈ പണം എന്താണെന്നും, ഇത് അഴിമതി പണമാണോ, ഇത് കള്ളപ്പണമാണോ, അതോ ഇത് സേവനം കൊടുത്തിട്ട് കിട്ടിയ പണമാണോ, ഇതെല്ലാം കല്ലും നെല്ലും ഒക്കെ നന്നായിട്ട് തിരിച്ചറിയാവുന്ന ആൾ തന്നെയാണ് വീണ. പക്ഷെ വീണ പറഞ്ഞു വരുമ്പോൾ ഈ കുരുക്ക് നേരെ ചെല്ലുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു അതെ ബേക്കറി ജംഗ്ഷനിലേക്കാണ്. അതാണ് അവിടുത്തെ വിഷയം. മാത്രമല്ല ഒരു കാര്യം ഞാൻ പറയട്ടെ രാജേഷ് ജി, ഈ പറഞ്ഞ ബന്ധു ഉണ്ടല്ലോ, ഇത് ബന്ധു നിസ്സാരക്കാരനൊന്നുമല്ല. പല സന്ദർഭങ്ങളിലും ഈ പിണറായിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പല ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നപ്പോൾ ഈ ബന്ധുവിൻ്റെ പേരും അവിടെയെല്ലാം ഉയർന്നിട്ടുണ്ട്. മുമ്പ് പല കാര്യങ്ങളിലും പല സംശയങ്ങളും വന്നിട്ടുണ്ട്. ഈ ബന്ധുവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിൻ്റെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള ചില കണക്ഷൻസ് അതവിടെ ഇ ഡിയുടെ കയ്യിൽ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. അവർക്കതിൻ്റെ പ്രാഥമികമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു കേസ് അന്വേഷണം നടക്കുകയാണ്, മാത്രമല്ല കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് നമ്മളിത് ആരുടെയും പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കങ്ങനെ അതൊരു കോടതിയെ ലക്ഷ്യമായി മാറും. ഇതുവരെ നടന്ന സംഭവങ്ങളെ വിശകലനം ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു കാര്യം ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചാനൽ പറഞ്ഞോ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു മാധ്യമം പറഞ്ഞോ? എന്തുകൊണ്ട് പറയുന്നില്ല? അവർക്ക് വിവരം കിട്ടാഞ്ഞിട്ടാണോ? ഞാനങ്ങനെ കരുതുന്നില്ല. ഇ ഡിയിലൊക്കെ അവർക്ക് നല്ല സോഴ്സുകളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് വിവരങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അവരെന്തൊക്കെയോ മറയ്ക്കാനും ഒളിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അല്ല, അവർ കഴിഞ്ഞ 10 വർഷവും നമ്മുടെ പിണറായി സർക്കാരിനെ ഇടത് സർക്കാരിനെയൊക്കെ മറ്റേ ഈ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇരുമ്പ് ചട്ടക്കൂടിട്ട് രക്ഷിക്കുകയായിരുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ ഒരു ആരോപണം വന്നാലും ഇവരിലൂടെ വരുമ്പോഴത്തേക്കും അത് ഡൈല്യൂട്ടായിട്ട് അതൊരു 4-1 കുറയും, പ്രശംസയായിട്ട് മാറും. അല്ലെ 2 വരി അവിടെ എഴുതി വയ്ക്കും. അതും പാടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വിഷയം ഞാൻ പറയുന്ന ചില യൂട്യൂബ് മാധ്യമങ്ങൾ ഇത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു ബന്ധു വീണയെ സഹായിച്ചു. ഈ ബന്ധു ആരാണെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ബന്ധു ആരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരു കൃത്യമായ ഒരു സ്ഥലപ്പേരോടുകൂടി അറിയപ്പെടുന്ന ആളാണ്. ഒരു സ്ഥലനാമം കൂടി വെച്ചുകൊണ്ട് അറിയപ്പെടുന്ന ആളാണ്. മുഹമ്മദ് റിയാസ് രക്ഷപ്പെട്ടു. റിയാസ് രക്ഷപ്പെട്ടു എന്ന് പറയാൻ വരട്ടെ. റിയാസ് വേറൊരു വഴിക്കാണ്. റിയാസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നിരിക്കുന്നതിനെക്കുറിച്ച് വേറെ അന്വേഷണം സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. കേവലം ഈ ഒരു കേസ് മാത്രമൊന്നുമല്ല ഇ ഡി അന്വേഷിക്കുന്നത്. നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഇത് വേറെ ഒരുപാട് കേസുകളുണ്ട് ഇതിനകത്ത്. അല്ല, എല്ലാം അന്വേഷിക്കട്ടെ, സത്യം പുറത്തു വരണമല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറഞ്ഞ ബന്ധുവിലേക്ക് അന്വേഷണം ഇപ്പോൾ കൃത്യമായി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. താമസം വിന, അതായത് ഈ 29-ാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ബന്ധുവുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ഇ ഡി ശേഖരിക്കും.
ഈ ബന്ധു പിണറായി വിജയനൊപ്പം കൂടി വലിയ രീതിയിൽ സ്വത്തുക്കൾ സമ്പാദിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം. ചെറിയ തുകയൊന്നുമല്ല, വലിയ തുകകൾ സമ്പാദിച്ചു, വലിയ ഇതൊക്കെ നേടിയിട്ടുണ്ട്, സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ നേടിയിട്ടുണ്ട് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഈ ബന്ധുവിനെ കൃത്യമായിട്ട് ED ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ബന്ധുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അത് വീണയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പാണോ പിമ്പാണോ, നിലവിൽ ഈ ബന്ധുവിനെ ED ചോദ്യം ചെയ്ത് കഴിഞ്ഞോ എന്ന് പോലും വിവരം പുറത്തു വന്നിട്ടില്ല. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ഒരു പക്ഷേ 29-ാം തീയതിക്ക് മുമ്പ് ഈ പറഞ്ഞതുപോലെ ഒരു നോട്ടീസ് കൊടുത്ത് നാളെ തന്നെ ഹാജരാകണം എന്ന് പറഞ്ഞ് വിളിപ്പിക്കുക. 24 മണിക്കൂർ സമയം കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ 29-ാം തീയതിക്ക് മുമ്പേ ഈ ബന്ധുവിനെ വിളിപ്പിക്കാം. അത് ഈ ഫോണിനകത്തുനിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിരിക്കും. 1. 2, SFIOയുടെ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഔദ്യോഗികമായിട്ട് വരണമല്ലോ കോടതിയിൽ നിന്ന്. അത് കിട്ടിയാലും അടുത്ത പടി ആക്ഷൻ ഉടനെ നടക്കും. ഇനി 29-ാം തീയതിക്ക് ശേഷവും ഇതൊക്കെ ആകാം. വീണ അറസ്റ്റിലായി, വീണയെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ നടപടിക്രമങ്ങളിലേക്ക് പോകാം. ഇല്ലെങ്കിൽ രണ്ടാമത്തെ തവണയും വീണയെ ചോദ്യം ചെയ്തു, വിട്ടയച്ചു. ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ, ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ പാസ്പോർട്ടെല്ലാം വാങ്ങി വെച്ചിട്ട് നിങ്ങൾ ഇവിടെ വിട്ടു പോകരുത്, ഈ സിറ്റി പരിധിക്കുള്ളിൽ തന്നെ കാണണം എന്ന് പറഞ്ഞ് ട്രാപ്പ് തന്നെയാണ് ചെയ്യാം അല്ലേ? അത് അങ്ങനെയും സംഭവിക്കാം. അങ്ങനെയെങ്കിൽ 29-ാം തീയതിക്ക് ശേഷം ഈ പറഞ്ഞതുപോലെ ഈ ബന്ധുവിനെയും കസ്റ്റഡിയിലെടുക്കാം, ചോദ്യം ചെയ്യാം, ഇതൊക്കെ സംഭവിക്കാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ മാസപ്പടി കേസ് അതിൻ്റെ ശരിയായ ദിശയിൽ പോകുന്നു. നമ്മൾ ഒരുപാടൊന്നും വൈകണ്ട. തുടരെ അറസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. എന്തായാലും 29-ാം തീയതി ഒരു വളരെ നിർണായകമായ ദിവസമാണ്. 29-ാം തീയതി വരെ ഒരു പക്ഷേ കാത്തിരിക്കേണ്ടി വരില്ല. അതിനു മുമ്പ് തന്നെ ഇതിനെ സംബന്ധിക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നേക്കാം.